നമസ്കാരം. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ജീവൻ ശാന്തി എന്ന പരിഷ്കരിച്ച പ്ലാനിനെ പറ്റിയാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത്. ഈ പ്ലാൻ്റെ ടേബിൾ നമ്പർ 758 വളരെയധികം അനുയോജ്യവും നമുക്ക് ഓരോരുത്തർക്കും ഏത് കാലഘട്ടത്തിലും പ്രയോജനപ്രദവുമായ ഒരു സ്കീമാണ് ജീവൻ ശാന്തി. കാരണം നമ്മളുടെ നല്ല പ്രായത്തിൽ നാം അധ്വാനിച്ച് സമ്പാദിക്കുന്ന പണം നമ്മുടെ വാർദ്ധക്യത്തിലും കൂടി നമുക്ക് പ്രയോജനപ്പെടാവുന്ന രീതിയിലാണ് ഈ പ്ലാൻ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. അത് വളരെയധികം ആസൂത്രിതമായിട്ടാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം നമ്മുടെ യങ്ങർ സ്റ്റേജിൽ ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ അധ്വാനിക്കുന്ന പണം നമ്മൾ വളരെയധികം സുരക്ഷിതമായി ദീർഘദൃഷ്ടിയോടുകൂടി പ്ലാൻ ചെയ്ത് എല്ലാ തരത്തിലും ഭദ്രതയോടുകൂടി ഉള്ളൊരു നിക്ഷേപം ആണ് ജീവൻ ശാന്തി. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും ലഘുവായി നമ്മൾ പറയുകയാണെങ്കിൽ, വർഷക്കാലത്ത് മഴ പെയ്ത് ആ വെള്ളം നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗപ്പെട്ട് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വെള്ളവും അതുപോലെ അമിതമായ മഴയിൽ നിന്നുണ്ടാകുന്ന വെള്ളവും നേരെ കടലിലേക്ക് പോവുകയാണ്. അത് ഒരു ഡാം പണിത് വെള്ളം സംഭരിച്ച് വേനൽക്കാലത്ത് നമുക്ക് വരൾച്ചയുള്ള കാലത്ത് ഉപയോഗപ്പെടുത്തുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ ആരോഗ്യമുള്ള കാലത്ത് നമ്മൾ സമ്പാദിക്കുന്ന പണം നമ്മുടെ ആരോഗ്യം ക്ഷയിച്ച് വാർദ്ധക്യകാലത്ത് നമുക്ക് വരുമാനം നിലച്ചിരിക്കുന്ന സമയത്ത് ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഈ പ്ലാൻ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്രയോളേറെ ആസൂത്രിതമായി വളരെയധികം ദീർഘദൃഷ്ടിയോടുകൂടി പ്ലാൻ ചെയ്ത ഒരു സ്കീമാണെന്ന്. സ്വാഭാവികമായിട്ടും ഏതൊരാൾക്കും തോന്നാവുന്ന സംശയമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈനംദിനം നിത്യേന പണമിടപാട് സ്ഥാപനങ്ങൾ പൊളിയുകയും കോടിക്കണക്കിന് രൂപ ജനങ്ങളുടെ നഷ്ടമാവുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കാം, കാരണം ഇതൊക്കെ ശരി, പക്ഷേ എനിക്ക് 100 വയസ്സ് എത്തുമ്പോഴേക്ക് സ്ഥാപനം ഉണ്ടാവും എന്നുള്ള എന്താ ഉറപ്പ്? സ്വാഭാവികമായിട്ടും ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. അതിന് വളരെ ലഘുവായ ഉത്തരം, അതേസമയം വളരെയധികം അർത്ഥസമ്പുഷ്ടമായ ഒരു ഉത്തരം ഞാൻ പറയാം. കാരണം ഇത് കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിൻ്റെ നിക്ഷേപത്തിനും നിക്ഷേപകന് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ വാഗ്ദാനം ചെയ്യുന്ന പണത്തിനും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഗ്യാരണ്ടി, സോറിൻ ഗ്യാരണ്ടി, പരിപൂർണ ഗ്യാരണ്ടി ഉണ്ട്. നിക്ഷേപത്തുക മാത്രമല്ല, നിക്ഷേപത്തിന്മേൽ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആനുകൂല്യങ്ങൾക്കും ഗ്യാരണ്ടി ഉണ്ട്. പിന്നെ ഉപരി എന്ന് പറയാൻ പറ്റില്ല, അതേപോലെ തന്നെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കഴിഞ്ഞ 70 വർഷമായിട്ടുള്ള കോർപ്പറേഷൻ പ്രവർത്തന പരിചയവും പാരമ്പര്യവും. ഇതേവരെ നഷ്ടത്തിൻ്റെ ചരിത്രം കേട്ടിട്ടില്ലാത്ത ഈ സ്ഥാപനം ലോകത്തിന് തന്നെ ഒരു മാതൃകയാണ്. ഇന്ത്യയുടെ ഒരു സമ്പത്തിൻ്റെ കൊട്ടാരമാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾക്കും കണ്ടുപഠിക്കാവുന്ന ഒരു സ്ഥാപനമാണ്. അത്ര ഭംഗിയായി ഒരു അഴിമതിയില്ലാതെ വളരെ കാലം, 1 കൊല്ലം 2 കൊല്ലം കൊണ്ട് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തതല്ല. വർഷങ്ങളായി, കഴിഞ്ഞ 70 വർഷമായി നിരന്തരമായ വളർച്ചയും ലാഭവും നേടി പടിപടിയായി വളർന്നു വന്നിരിക്കുന്ന ഈ സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിൽ നിന്നാണ് ഈ സ്കീം നമുക്ക് ലഭ്യമാകുന്നത്. അതാണ് അതിൻ്റെ പ്രാധാന്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും ചിലർ ചിന്തിക്കും, ചിലർ പറഞ്ഞു കേൾക്കാറുണ്ട്. ഇപ്പോൾ എൻ്റെ ഈ കഴിഞ്ഞ 46 വർഷത്തെ ഈ സാമ്പത്തിക രംഗത്തുള്ള ഇൻഷുറൻസ് രംഗത്തുള്ള പ്രവർത്തന പരിചയത്തിൽ നിന്നും ധാരാളം പേരുടെ അഭിപ്രായം കേൾക്കാറുണ്ട്. ഇത് ബാങ്കിലിട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന പോലെ തന്നെ വളരെ കുറഞ്ഞ വരുമാനമല്ലേ നമുക്ക് കിട്ടുകയുള്ളൂ. അതേസമയം ഇഷ്ടം പോലെ വേറെ വലിയ സ്ഥാപനങ്ങളിലൊക്കെ നമുക്ക് നിക്ഷേപിച്ച് കഴിഞ്ഞാൽ വലിയ തുക നമുക്ക് പ്രതിമാസം കിട്ടുമല്ലോ എന്ന് പറയും. ശരിയാണ്. അതൊക്കെ നിക്ഷേപകൻ്റെ തീരുമാനമാണ്. നിക്ഷേപകനെ സംബന്ധിച്ച് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ പണം, നമ്മൾ സമ്പാദിച്ച പണം നമുക്ക് എവിടെ നിക്ഷേപിക്കണം അത് നമ്മളാണ് തീരുമാനിക്കുന്നത്. അത് ലാഭം കൂടുതൽ കിട്ടുന്ന സ്ഥാപനത്തിൽ നമുക്ക് നിക്ഷേപിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ആരും അതിന് ഒന്നും പറയില്ല. അത് നമ്മുടെ തീരുമാനമാണ്. ഇപ്പോൾ ചില ആളുകൾ 50,000 രൂപയ്ക്ക് 1,00,000 രൂപയ്ക്കൊക്കെ ലോട്ടറി ടിക്കറ്റ് എടുക്കും. പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് നോക്കുമ്പോൾ അത് എന്ത് കാര്യമുണ്ട്, ഇത്രയും തുക ലോട്ടറി എടുക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? അങ്ങേരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അങ്ങേർക്ക് ഒരു ലോട്ടറി ടിക്കറ്റ് ഇത്രയാണ് കിട്ടിക്കഴിഞ്ഞാലോ വലിയൊരു തുകയായില്ലേ? അതിലെങ്ങാനും അടിച്ചാലോ
അടിച്ചില്ലെങ്കിൽ പൊക്കോട്ടെ, എൻ്റെ പൈസ പോട്ടെ, ഞാൻ എത്ര റിസ്ക് എടുക്കുകയാണ്. അതായത് അത്രയും അതിന് വേണ്ടിയിട്ട് റിസ്ക് എടുത്ത് ചെയ്യാണ്. ഇപ്പോൾ റിസ്ക് എടുത്ത് പല കാര്യങ്ങളും റിസ്കിൻ്റെ കൂടുന്തോറും നമുക്ക് ലാഭസാധ്യതയും കൂടുകയും ചെയ്യും. അതുപോലെ തന്നെ ലാഭസാധ്യത കൂടുന്തോറും റിസ്ക് കൂടുകയും ചെയ്യും. ഇതാണ് ഒരു സാമ്പത്തിക രംഗത്തുള്ളൊരു പ്രതിഭാസം. നമ്മൾ ഒരു ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം അതിന് റിസ്ക് കൂടുതലുണ്ടോ അത്രത്തോളം ലാഭം കൂടും. അപ്പോൾ ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നു, വലിയ എമൗണ്ടിന് ലോട്ടറി ടിക്കറ്റ്, നമ്മൾ വിചാരിക്കും ഇവിടെ ഒരു ലോട്ടറി ടിക്കറ്റ് 2 എടുക്കുള്ളൂ അല്ലെങ്കിൽ 10 എടുക്കുള്ളൂ എന്ന്. പക്ഷേ അങ്ങനെ ചില ആളുകൾ ഇതിനകത്ത് വലിയ ഭീമമായ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ടിക്കറ്റ് വാങ്ങിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വിഭാഗം. ചില ആളുകൾ ചൂത് കളിച്ച്, നമ്മുടെ ഇവിടെയൊന്നും ഇല്ലെങ്കിലും വടക്കേ ഇന്ത്യയിലൊക്കെ ചൂത് കളിച്ച് പണം ഉണ്ടാക്കണം. അവർക്കറിയാം ഇടുന്ന പൈസ മുഴുവൻ പോകുന്നു, കിട്ടുകയാണെങ്കിൽ വലിയൊരു തുക. അതുപോലെ തന്നെ ചിലർ ഇവിടെ വ്യക്തികൾക്ക് നിക്ഷേപങ്ങൾ പണം കടം കൊടുക്കും, അവർ നല്ല പലിശ കൊടുക്കും. അതുപോലെ തന്നെ അംഗീകാരം ഇല്ലാത്ത സ്ഥാപനങ്ങൾ, അംഗീകാരം ഇല്ലാത്തതെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് രജിസ്ട്രേഷനും അങ്ങനെയുള്ള കാര്യങ്ങളല്ല. നമ്മുടെ നിക്ഷേപത്തിന് ഏതെങ്കിലും ഒരു ഗവൺമെൻറ് അംഗീകാരം ഗ്യാരണ്ടി കൊടുക്കാത്ത സ്ഥാപനം. ഇപ്പോൾ സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാൻ നമുക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി അങ്ങനെയുള്ള പലതൊക്കെ രജിസ്ട്രേഷൻ ഉണ്ട്, അതിന് നമ്പറൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ നിക്ഷേപിക്കുന്ന പണത്തിന് ഗവൺമെൻറ് ഗ്യാരണ്ടി കൊടുക്കുന്നില്ല. നിക്ഷേപകന് ഈ പണം നഷ്ടപ്പെടില്ല, എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ഗവൺമെൻറ് പണം തരാമെന്ന് ഗ്യാരണ്ടി കൊടുക്കുന്ന സ്ഥാപനം അല്ലാത്തതാവുമ്പോൾ കൂടുതൽ റിസ്ക് ഫാക്റ്റ് വരും. കാരണം അവർ കൂടുതൽ പലിശയ്ക്ക് പണം നിക്ഷേപം സ്വീകരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രതിസന്ധി സംഭവിച്ചു പോയി കഴിഞ്ഞാൽ പണം കിട്ടിയെന്നും വരില്ല. അപ്പോൾ അതിന് റിസ്ക് ഫാക്റ്റ് ഉണ്ട്, അപ്പോൾ കൂടുതൽ റിട്ടേൺ തരും. അപ്പോൾ ഇപ്പോൾ അതുപോലെ തന്നെ നാട്ടിൽ നമുക്ക് കാണാൻ പാടില്ലേ, എത്രയോ സ്ഥാപനങ്ങൾ പൊളിഞ്ഞ് നിക്ഷേപകരുടെ പണം പോണ്. പക്ഷേ എങ്കിലും ആളുകൾ പിന്നെയും ഇടല്ലേ. ഇപ്പോൾ നമ്മളിത് കേൾക്കണത് എല്ലാ കൊല്ലവും, ഇത് 1 കൊല്ലോ 2 കൊല്ലോ 3 കൊല്ലോ അല്ല, ഇത് കൊല്ലങ്ങളായി ഇതിങ്ങനെ. ഞാൻ LICയിൽ വരുന്ന കാലം തുടങ്ങി ഇങ്ങനെയുള്ള സംഭവം എനിക്കറിയാം. ഞാൻ 46 വർഷം ഓരോ സ്ഥാപനങ്ങളെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളങ്ങനെ കണ്ടമാന സ്ഥാപനങ്ങളുടെ പണം നിക്ഷേപിച്ച് പണം പോയെന്നാണ് ജനങ്ങൾ പറയുന്നത്. പക്ഷേ നാട്ടിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഈ പണം ആളുകൾ പോയെന്ന് എല്ലാവരും പറഞ്ഞറിയുന്ന കാര്യമാണ്. അപ്പോൾ നമ്മെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള റിസ്ക് ഫാക്റ്റ് കൂടുതലുള്ള സ്ഥാപനങ്ങളിൽ നമുക്ക് നിക്ഷേപിച്ച കൂടുതൽ പൈസ കിട്ടും. അങ്ങനെ നിക്ഷേപിക്കുന്നവർ അങ്ങനെ നിക്ഷേപിച്ചോട്ടെ, അവർക്കിത് അറിയില്ല, ഇത് കൊണ്ടൊന്നുമല്ല. അവർക്ക് കൂടുതൽ ലാഭം കിട്ടാൻ വേണ്ടിയാണ്, കൂടുതൽ വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നിക്ഷേപിക്കുന്നത്. പിന്നെ ചിലരെ സംബന്ധിച്ച് അതിനകത്ത് ഈ ഒരു ഫ്ലോ ഉണ്ടല്ലോ. അതായത് കുറേ പേര് കുറേ പേര് ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അറിവില്ലായ്മ ആളുകളും അതിൻ്റെ കൂടെ കൂടും. കാരണം എന്താ വെച്ചാൽ അവരൊക്കെ ചെയ്യണ്ടല്ലോ, ഇന്ന ആളുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ അറിവുള്ള ആളുകളല്ലേ എന്ന് വിചാരിച്ച് അതിനനുകരിച്ച് വലിയ അറിവ് ഗ്രാഹ്യമില്ലാത്ത ആളുകളും വിട്ടു. അവർ തന്നെ ശരിക്കും കബളിക്കപ്പെട്ടു പോണ്. പിന്നെ ചില ആളുകളെ സംബന്ധിച്ച് വേറെയും വ്യത്യസ്തമായ ആളുകളുണ്ട്. ഇതൊക്കെ എൻ്റെ അനുഭവത്തിൽ നിന്ന് വന്നതാണ്. ഒരു 30, 35, 40 വയസ്സായ ആളെ സംബന്ധിച്ച് കൂടുതൽ റിസ്ക് എടുത്ത് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാഭം കിട്ടുകയാണെങ്കിൽ എനിക്ക് ഒന്നിച്ച് കിട്ടും, നഷ്ടം വന്ന് പോയി കഴിഞ്ഞാൽ അയാൾക്ക് ഭയമില്ല. കാരണം ഇനി അയാൾക്ക് അത് നേടാനും സമ്പാദിക്കാനായിട്ടുള്ള പ്രായമുണ്ട്, അയാളുടെ ചെറുപ്പമാണ്, അയാൾക്ക് ഇനിയും സമ്പാദിക്കാനായിട്ടുള്ള സമയമുണ്ട്. അതേസമയം ഈ ജോലിയിൽ ഇരുന്ന് റിട്ടയറായി വാർദ്ധക്യകാലത്ത് കുറച്ച് പണം കിട്ടി, അവരൊക്കെ ഈ തരത്തിലുള്ള നിക്ഷേപം നടത്തി കഴിഞ്ഞാൽ അവർക്കത് പോയാൽ പിന്നെ അവരെ സംബന്ധിച്ച് നേടാനും സമ്പാദിക്കാനുള്ള പ്രായം കഴിഞ്ഞു, അവർക്കത് സാധിക്കില്ല. പിന്നെ അവരെ സംബന്ധിച്ച് ഈ പൈസ പോയി കഴിഞ്ഞാൽ മനോവധ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇത് പരിഹരിക്കാനൊന്നും ഒരു മാർഗ്ഗമില്ല. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ നിക്ഷേപത്തിൻ്റെ പണത്തിൻ്റെ സുരക്ഷിതത്വം ആണ്. ഇപ്പോൾ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് പരിപൂർണ ഗ്യാരണ്ടിയുള്ള സ്ഥാപനമാണ്. നിക്ഷേപത്തിന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആനുകൂല്യങ്ങൾക്കും ഗ്യാരണ്ടിയുണ്ട്. അപ്പോൾ നമ്മെ സംബന്ധിച്ച് നമ്മളിതിൽ നിക്ഷേപം നടത്തി കഴിഞ്ഞാൽ നമുക്ക് 1 കോടി രൂപയോ 2 കോടി രൂപയോ അല്ലെങ്കിൽ നമ്മുടെ നിക്ഷേപത്തിൻ്റെ അനുസരിച്ചുള്ള പണം നിക്ഷേപിച്ച് കഴിഞ്ഞാൽ അതിന് നമുക്ക് പ്രതിമാസം
പെൻഷൻ, അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ പെൻഷൻ, അല്ലെങ്കിൽ അർദ്ധവാർഷിക പെൻഷൻ, അല്ലെങ്കിൽ വാർഷികമായ പെൻഷൻ നമുക്ക് ഗ്യാരണ്ടിയോടുകൂടി നമ്മുടെ 100 വയസ്സ് വരെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കിപ്പോൾ ഒരു 80 വയസ്സായി, 90 വയസ്സായി, പൈസ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് അക്കൗണ്ടിലേക്ക് ഓട്ടോ ട്രാൻസ്ഫറാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുത്താൽ മാത്രം മതി. ഇപ്പോൾ വന്ന പൈസ മുഴുവൻ നമ്മൾ എടുക്കണമെന്നില്ല, നമുക്ക് ആവശ്യം ഉണ്ടാവണമെന്നില്ല. ആവശ്യമുണ്ടെങ്കിൽ എടുക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പ് ഈ തരത്തിലൂടെ നമുക്ക് നേടാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കൂടിയ ലാഭം കിട്ടുന്ന ഒരു സ്ഥാപനത്തിൽ കൊണ്ടുപോയി നിക്ഷേപത്തിന് ഗ്യാരണ്ടി ഒന്നുമില്ല. ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കോ കേരള ഗവൺമെൻറ് ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു സ്ഥാപനത്തിൽ കൊണ്ടുപോയി നിക്ഷേപം നടത്തി ആരെങ്കിലും പറയുകയാണ് അതപ്പോൾ പ്രതിസന്ധിയാണ്, നിക്ഷേപത്തിന് പ്രതിസന്ധിയുണ്ട്, അവിടെ ആളുകളെ കൂടിയേക്കണം കണ്ടു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ടെൻഷനായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണത്തിന് എന്തെങ്കിലും കുഴപ്പം വരുമോ എന്നുള്ളത് സ്വാഭാവികമാണല്ലോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ ഈ സ്കീമിലെ നിക്ഷേപം ടെൻഷൻ ഫ്രീ നിക്ഷേപമാണ്. ഒരു തരത്തിലുള്ള ടെൻഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മെ സംബന്ധിച്ച് ഈ സ്കീമിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ നമുക്ക് ധാരാളം ഗുണങ്ങൾ വേറെയുണ്ട്. ഒരു പ്രതിസന്ധി വന്നു, നമുക്കൊരു പെട്ടെന്നൊരു ആവശ്യം വന്നു, നമുക്ക് ലോൺ എടുക്കാനുള്ള സൗകര്യമുണ്ട്. അല്ല, നമുക്കിത് ക്ലോസ് ചെയ്ത് വാങ്ങിക്കണമെങ്കിൽ ആവശ്യമുണ്ട്, സൗകര്യമുണ്ട്, ക്ലോസ് ചെയ്ത് വാങ്ങിക്കാനുള്ള സൗകര്യമുണ്ട്. ഇതുകൂടാതെ നമുക്കിപ്പോൾ 1 കോടി രൂപ നിക്ഷേപമാണ്. എനിക്കിപ്പോൾ നല്ലൊരു വരുമാനം എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എനിക്കിതിൻ്റെ പെൻഷൻ വേണ്ട, വരുമാനം വേണ്ട എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് മതിയെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ആ 5 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന പെൻഷൻ അല്ലെങ്കിൽ മാസ വരുമാനം ഭയങ്കര ഉയർന്ന റേറ്റ് ആയിരിക്കും. കാരണം 5 വർഷം കഴിഞ്ഞിട്ടാണ് കിട്ടണേ. അപ്പോൾ നമുക്ക് കൂടിയ തുക വരുമാനം കിട്ടും. അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റിൽ അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ കറക്റ്റായിട്ട് വിവരങ്ങൾ അറിയിക്കാം. ഇപ്പോൾ നമ്മൾ 1 കോടി ഇട്ടു, നമുക്കൊരു 5 വർഷത്തും കഴിഞ്ഞിട്ട് മതിയെങ്കിൽ എത്ര കിട്ടും, അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ട് മതിയെങ്കിൽ എത്ര കിട്ടും, 1 വർഷം കഴിഞ്ഞിട്ട് എത്ര കിട്ടും, 4 വർഷം കഴിഞ്ഞിട്ട് എത്ര കിട്ടും, ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇനിയിപ്പോൾ നിങ്ങളുടെ തുക, നിങ്ങൾക്ക് നിക്ഷേപിക്കേണ്ട തുക, ഇപ്പോൾ എനിക്കൊരു 5 കോടി രൂപ നിക്ഷേപിക്കാനുണ്ട്, അതിൻ്റെ അറിയണമെങ്കിൽ അതിൻ്റെ കൊട്ടേഷൻ എത്ര, എല്ലാ വിവരങ്ങളും അറിയിക്കാം. ജസ്റ്റ് ഒന്ന് അറിയിച്ചാൽ മതി തന്നെ. അപ്പോൾ ഇപ്പോൾ ചിലർ 100 കോടി രൂപ നിക്ഷേപിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവരൊരു 100 കോടി രൂപ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് എത്ര പ്രതിമാസം കിട്ടും, അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ കിട്ടും, അല്ലെങ്കിൽ കൊല്ലത്തിലൊരിക്കൽ കിട്ടും എന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ തരാം. കൃത്യമായിട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും തരാം. ഒന്ന് അറിയിച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മെ സംബന്ധിച്ച് നമുക്ക് സുരക്ഷിതത്വം, ഗ്യാരണ്ടി, അതുപോലെ തന്നെ പലതരത്തിലുള്ള ഇതിനോട് ആനുകൂല്യങ്ങൾ നമുക്ക് ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് വൈറ്റ് മണി ആയിട്ടാണല്ലോ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ലീഗലി ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല. അങ്ങനെയൊക്കെയുള്ള പിന്നെ ഇൻകം ടാക്സ് ആക്ട്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ചുള്ള ആനുകൂല്യങ്ങളൊക്കെ നമുക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ അത് കിട്ടും. കാരണം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കാലാകാലങ്ങളിൽ ഡിക്ലെയർ ചെയ്യുന്ന നോട്ടിഫിക്കേഷൻസ് അനുസരിച്ചുള്ള ആനുകൂല്യങ്ങൾക്ക് നമുക്ക് അർഹതയുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമ്മെ സംബന്ധിച്ച് സുരക്ഷിതമായ നിക്ഷേപമാണ്, നമുക്ക് എന്തുകൊണ്ടും അനുയോജ്യമാണ്. നമ്മുടെ വാർദ്ധക്യകാലം നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാം. നമ്മുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു പവർ ഉണ്ടാവുകയാണ്. നമുക്കൊരു പണമില്ല, നമുക്കൊരു ആവശ്യങ്ങൾ വന്ന നേരത്ത് പണമില്ലെങ്കിൽ നമ്മൾ ഡെസ്പായി പോകും. അതിപ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മളിപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ദീർഘയാത്ര പോയി, നമ്മുടെ കുറേ ദീർഘദൂരത്തിലാണ് നമ്മൾ എത്തിയേക്കണമെന്ന് ഇരിക്കുക. അവിടെ വെച്ച് നമ്മുടെ പോക്കറ്റ് അടിച്ച് പോയി. ഇന്നാണെങ്കിൽ ഇപ്പോൾ ATM കാർഡും അങ്ങനെയൊക്കെയുള്ള ധാരാളം സംവിധാനമുണ്ട്, ഗൂഗിൾ പേ അങ്ങനെയൊക്കെയുള്ള പല സംവിധാനങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ പോക്കറ്റ് അടിച്ച് പോയിന്നേ ഇരിക്കുക. നമുക്ക് നമ്മുടെ നാട്ടിൽ തിരിച്ചെത്താനുള്ള പണത്തിന് വലിയ വിലയുണ്ട് അല്ലേ? അതുപോലെ തന്നെ നമ്മെ സംബന്ധിച്ച് നമുക്ക് വാർദ്ധക്യത്തിൽ വരുമാനമില്ലാത്ത സമയത്ത് കിട്ടുന്ന പണത്തിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ടും നമ്മുടെ വാർദ്ധക്യകാലത്ത് ഒരു വരുമാനത്തിനും അതുകൂടാതെ സുരക്ഷിതമായ നിക്ഷേപത്തിനും ഒരു ആശങ്കയ്ക്ക് ഇടയില്ലാതെ ടെൻഷൻ ഫ്രീ ആയിട്ട് നിക്ഷേപിക്കാവുന്ന ഒരു ഇടമാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഈ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് നിരവധി പോളിസികളുണ്ട്.
അത് കുട്ടികളുടെ ആവശ്യങ്ങൾ 30 ദിവസം ജനിച്ച് 30 ദിവസം എത്തിയ കുട്ടി മുതലുള്ള കുട്ടികൾക്ക് കൊടുക്കാവുന്ന സ്കീമുകൾ വരുന്നുണ്ട്. കുട്ടികളുടെ ഗ്രാൻഡ് ഫാദറിന് കുട്ടികൾക്ക് മെമ്മറി ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട്, അല്ലെങ്കിൽ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഗിഫ്റ്റായിട്ട്, അങ്ങനെ പലതരത്തിലുള്ള നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ധാരാളം സ്കീമുകളുണ്ട്. അത് ചെറിയ കുട്ടികൾക്ക്. ഇപ്പോൾ അതിന് ഏറ്റവും ലളിതമായ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 90 ദിവസം എത്തിയ ഒരു കുട്ടി, ആ കുട്ടിയുടെ പേരിൽ ഒരു പോളിസി വരണം. ഗ്രാൻഡ് പാരൻസ് പൈസ അടച്ചുകൊണ്ടിരിക്കണം. ഗ്രാൻഡ് പാരൻസിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഡേറ്റിൽ പോളിസി ആരംഭിച്ചിരിക്കുന്നത്. ആ തരത്തിൽ ക്രമീകരിക്കാം. ആ തരത്തിൽ ആരംഭിക്കാവുന്ന രീതിയിൽ പോളിസി ക്രമീകരിച്ച് എഴുതണം. അത് നമുക്ക് നേരത്തെ എഴുതിയാലും ആ തരത്തിലുള്ള അതിനുള്ള ക്രമീകരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ച് ഒരു 15 വർഷത്തെ കാലാവധി, 18 വർഷത്തെ 20 വർഷത്തെ കാലാവധിക്ക് വെച്ച് അത് എഴുതി കഴിഞ്ഞാൽ, ആ കാലാവധി കഴിയുമ്പോൾ ഈ കുട്ടിക്ക് അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് എല്ലാ വർഷവും ഓട്ടോമാറ്റിക്കായിട്ട് അക്കൗണ്ടിലേക്ക് പൈസ വന്നുകൊണ്ടിരിക്കും. ആ കുട്ടിക്ക് ഇപ്പം 30 ദിവസം അല്ലെങ്കിൽ 60 ദിവസമുള്ള കുട്ടിക്ക് 90 ദിവസം എത്തുമ്പോൾ ആ കുട്ടിയുടെ കുട്ടികൾ ഒരുമിച്ച് കളിച്ച് ചിരിച്ച് വർത്തമാനം പറയുമ്പോൾ, ഇങ്ങനെ പൈസ ഗിഫ്റ്റൊക്കെ മേടിച്ചു കൊടുക്കുമ്പോൾ, അവർക്ക് കുട്ടികൾക്ക് ഗിഫ്റ്റൊക്കെ മേടിച്ചു കൊടുക്കുമ്പോൾ, ഗ്രാൻഡ് പാക്ക് ഇങ്ങനെ ഈ പൈസയൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എൻ്റെ ഗ്രാൻഡ് പാ എനിക്ക് 60 ദിവസം ഉള്ളപ്പോൾ, ഞാൻ ജനിച്ച 60 ദിവസം ഉള്ളപ്പോൾ എൻ്റെ പേരിൽ നിക്ഷേപം നടത്തി അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ മെമ്മറി ആയിട്ട് എനിക്ക് തന്നിരിക്കുന്നത്. അതായത് ഇന്നാണ് എൻ്റെ ഗ്രാൻഡ് പാരൻസിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി. അതായത് ഈ കുട്ടിക്ക് ഇപ്പോൾ 60-30 ദിവസം ഉള്ളൂ. ആ കുട്ടിയുടെ 90 വയസ്സായ കാലത്ത് അവരുടെ കുട്ടികൾക്കിടെ വരെ മെമ്മറി നിൽക്കുന്ന ഒരു സ്കീമാണിത്. എത്രയോ ഹൃദയസ്പർശിയായ ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു ഇടപഴകി ചേർന്ന് നടക്കുന്ന ഒരു സ്കീമെന്ന് ആലോചിച്ച് നോക്കി. അതേസമയം നമ്മുടെ വീട്ടിൽ ഒരു തേക്ക് നിൽക്കണ്, അല്ലെങ്കിൽ നമ്മൾ കുറേ സ്ഥലം വാങ്ങിച്ചിട്ടിരിക്കുന്നു. അത് അങ്ങനെ പ്രായമായ കാലങ്ങൾ കഴിയുമ്പോൾ അവർ വെട്ടി വെക്കണം. അതെല്ലാ വീടുകളിലുള്ളതാണ്. പറമ്പുകാരുടെ പാരൻസ് മറ്റുള്ളവരൊക്കെ വാങ്ങിച്ചിട്ടും അല്ലെങ്കിൽ തേക്കുണ്ടാവും, വൃക്ഷങ്ങളുണ്ടാവും. അതൊക്കെ വെട്ടി വെക്കുമ്പോൾ അതിനൊരു വലിയ കഥയൊന്നുമില്ല. അതിൽ നിന്ന് വരുമാനം എടുക്കുമ്പോൾ അതല്ല. ഇത് ആ വരുമാനം കിട്ടുന്നത് എൻ്റെ ഗ്രാൻഡ് പാരൻസിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഡേ ആണ് അന്ന്. അത്രേ വളരെയധികം നമുക്ക് മനസ്സിനെ സ്വാധീനിക്കാവുന്ന ഒരു, അങ്ങനെ പലതരത്തിലും അതിന് നമുക്ക് പലതരത്തിലും വർക്കൗട്ട് ചെയ്യാം. ഇപ്പോൾ ഇതൊക്കെ നമ്മൾ സോഫ്റ്റ്വെയർ വെച്ച് നമ്മുടെ നീഡ് അനുസരിച്ച് പ്ലാൻ ജനറേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ പണ്ടത്തെ കാലമൊന്നുമല്ല. ഞാനൊക്കെ വരുമ്പോൾ കടലാസിൽ എഴുതി കൂട്ടിയാണ് ഓരോ പ്രീമിയങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്യണത്. ഇന്നിപ്പോൾ ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു വ്യക്തി, ആ വ്യക്തിയുടെ സാമ്പത്തിക വരുമാനം, അങ്ങേരുടെ അംബീഷൻ എന്തൊക്കെയാണ്, അങ്ങേരുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ, അവരുടെ മാരേജ്, അങ്ങനെ ഇങ്ങേരുടെ ഓൾഡ് ഏജ് ലൈഫ്, എമർജൻസി ഫണ്ട്, അങ്ങനെ അങ്ങേരുടെ ഓരോ പ്ലാനുകളുടെ ആംബിഷൻസ് ഒക്കെ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പ്ലാൻ സോഫ്റ്റ്വെയർ കസ്റ്റമൈസ് ചെയ്ത് ജനറേറ്റ് ചെയ്തെടുക്കുകയാണ്. അങ്ങേരുടെ എത്ര വരുമാനം ഉണ്ടെന്ന് അടിച്ചു കൊടുത്തു, അങ്ങേർക്ക് എത്ര EMI ലോണുകളുണ്ടെങ്കിൽ അതിൻ്റെ കാറിന് അങ്ങനെയുള്ളതിന് EMI എത്ര അടയ്ക്കുന്നുണ്ട്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ സോഫ്റ്റ്വെയർ ജനറേറ്റ് ചെയ്ത് വരും. ഇയാൾക്ക് ഇന്ന പോളിസി ഇന്നതിന് പറ്റിയതിന് അതിന് ഇത്ര അങ്ങനെ എത്ര ഒരു മാസമോ ഒരു വർഷമോ ഒരു നീക്കി വയ്ക്കാൻ പറ്റുമെന്നുള്ള എമൗണ്ട് കൂടിയും ചോദിക്കും. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ ജനറേറ്റ് ചെയ്യാണ് ഈ എമൗണ്ടിന് പറ്റിയ ഇന്ന പ്ലാനുകളൊക്കെ ചേരാം. പ്ലാൻ മിക്സ് ചെയ്യാണ്, പല പ്ലാനുകൾ മിക്സ് ചെയ്യാണ്, ഒരു പ്ലാൻ തന്നെയല്ല. ഇപ്പോൾ ഈ പണ്ട് കാലത്ത് പെയിൻറ്റർ പല പെയിൻറ്റുകളും കൂട്ടി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഒരു പുതിയ കളറ് തനിച്ച് ഉണ്ടാവും. അത് ആ പെയിൻറ്റർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അതുപോലെ ഈ പറഞ്ഞ പ്ലാനുകൾ മിക്സ് ചെയ്തിരിക്കുന്നത് സോഫ്റ്റ്വെയർ മിക്സ് ചെയ്യും. ഇപ്പോൾ പെയിൻറ്റും മിക്സ് ചെയ്യുന്നത് കമ്പ്യൂട്ടറാണ്. ഇപ്പോൾ ഈ പെയിൻറ്റർക്ക് റോളൊന്നുമില്ല. ഇപ്പം നമുക്കറിയാൻ പാടില്ല, പെയിൻറ്റ് കടയിൽ ചെന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ അവർക്ക് അവിടെ ചെല്ലുമ്പോൾ കളറുകൾ പലതരത്തിലുള്ള കളർ കാണിച്ചു തരും.
ആ കളറിൽ നമുക്ക് ഇഷ്ടപ്പെട്ട് പെയിൻറ്റ് പറയും, അവർ അവരാ ഇതെടുത്ത് ഉള്ള ശരിക്കുള്ള പെയിൻറ്റ് എടുത്ത് അതിനകത്തേക്ക് ഇതിൻ്റെ കളറ് അങ്ങോട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് ഇങ്ങോട്ട് കമ്പ്യൂട്ടർ മിക്സ് ചെയ്ത് തരും. അതുപോലെ നമ്മളും നമ്മുടെ നീഡും റിക്വയർമെൻറ്റ്സ്, നമ്മുടെ ബഡ്ജറ്റ്, നമ്മുടെ ലോൺ ഉണ്ടെങ്കിൽ ലോൺ, EMI, കുട്ടികളുടെ എത്ര കുട്ടികളുണ്ട്, അവരുടെ എഡ്യൂക്കേഷൻ, മാരേജ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അത് സോഫ്റ്റ്വെയറിലേക്ക് ഫീഡ് ചെയ്ത് കൊടുത്ത് പല പ്ലാനുകൾ മിക്സ് ചെയ്ത് ഒരു പുതിയ പ്ലാൻ ഇങ്ങേർക്ക് വേണ്ടി മാത്രം കസ്റ്റമൈസ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഇൻഷുറൻസ് പോളിസിയിൽ തന്നെ. ഞാനൊക്കെ വരുന്ന കാലത്ത് വെറുതെ കടലാസ് തൊണ്ട് കടലാസ് കൂട്ടി കുറച്ച് എടുക്കുന്ന ഒരു കാലമായിരുന്നു. കാൽക്കുലേറ്റർ അടിച്ച് എടുക്കുമായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യയുടെ ഉയർച്ചയും വളർച്ചയും നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഗുണമുണ്ടാവണേ. ഇപ്പോൾ നമുക്ക് തിരുവനന്തപുരം വരെ പോകണം. നമുക്ക് ഇപ്പോൾ മറ്റേ വന്ദേ ഭാരത് ട്രെയിനും അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളുള്ള ട്രെയിനുകളൊക്കെ ഉണ്ട്. അത് പുതിയ ട്രെയിൻ വന്നിട്ടുണ്ട്, വന്ദേ ഭാരത് ഉണ്ട്, അതിനകത്ത് പോയ ഇന്ന സൗകര്യങ്ങളുണ്ട്, ഇത്ര തന്നെ സ്റ്റേഷനുകളിൽ നിർത്തുള്ളൂ, ഇത്ര സമയത്ത് എത്തും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ അനുസരിച്ച് യാത്ര ചെയ്യുമ്പോഴല്ലേ നമ്മുടെ യാത്രയുടെ സുഖം മനസ്സിലാക്കാൻ പറ്റുള്ളൂ, എളുപ്പം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതറിയാൻ പാടില്ലെങ്കിൽ നമ്മൾ സാധാ ട്രെയിനിൽ കയറി പോകും, അങ്ങനെ അല്ലെങ്കിൽ ബസ് കയറി പോകും. തിരുവനന്തപുരം യാത്ര നമുക്ക് ഈ സാധാരണ യാത്രക്കായി എത്രയോ മനോഹരമായിട്ട് വന്നു ഭാരതത്തിൽ പോകാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ആധുനിക സാങ്കേതിക വിദ്യ നിലവിലുള്ളത് നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുമ്പോഴാണ് അത് നമുക്ക് ആ സാങ്കേതിക വിദ്യയുടെ പ്രയോജനം നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ഇത് പോളിസി ചേരുന്ന ഒരാൾക്ക് ഇതൊന്നും പഠിച്ചിട്ട് ചെയ്യേണ്ട സമയമില്ല. അങ്ങേരുടേതായ 100 ആവശ്യങ്ങളും ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ജോലിയുടെ തിരക്കുകളൊക്കെ ആയിരിക്കും. അങ്ങേർക്ക് ഇതൊന്നും പഠിക്കാനായിട്ട് നേരമില്ല, സമയമില്ല, സാധിക്കില്ല. പക്ഷേ അതിനാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനികൾ അഡ്വൈസർമാരെ നിയോഗിച്ചിരിക്കുന്നത്. ഈ അഡ്വൈസർമാർക്ക് നല്ല പരിശീലനവും സാങ്കേതിക വിദ്യയിലുള്ള പരിശീലനവും അതുപോലെ തന്നെ കാലാകാലങ്ങളിലെ മാറ്റങ്ങളും, ഇപ്പോൾ ഞാനൊക്കെ ഇന്ത്യയിലെ നാനാഭാഗങ്ങളിൽ നിന്നും LICയുടെ പരിശീലനം കിട്ടിയിട്ടാണ് ഈ ജോലിയിൽ ഇങ്ങനെ ഇത്രയും കാലം കൊണ്ടുപോകുന്നത്. എല്ലാ കാലഘട്ടങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ ഞങ്ങൾക്ക് അപ്പാപ്പ ട്രെയിനിങ് തരും. മദ്രാസിൽ, കോഴിക്കോട്, എറണാകുളത്ത്, അങ്ങനെ നാനാഭാഗങ്ങളിൽ, പൂനെ, അങ്ങനെയൊക്കെ നാനാഭാഗങ്ങളിലും LICയുടെ ട്രെയിനിങ് സെൻ്ററുകളുണ്ട്. അവിടെ നിന്നൊക്കെ പരിശീലനം കിട്ടിയിട്ടാണ് ഈ തൊഴിലിൽ നമ്മൾ നല്ല രീതിയിൽ വിജയിച്ച് തിളങ്ങണത്. അപ്പോൾ അങ്ങനെയുള്ള പരിശീലനം കിട്ടും. പിന്നെ ടെക്നോളജിയുടെ പരിശീലനം, ഇങ്ങനെ എല്ലാ തരത്തിലുള്ള പരിശീലനവും കാര്യങ്ങളൊക്കെ സിദ്ധിച്ചിരിക്കുന്ന അഡ്വൈസേഴ്സാണ് ഈ പോളിസി ചേർക്കാൻ പറ്റുന്നത്. എല്ലാവരും അങ്ങനെയൊന്നും ആവണമെന്നില്ല. ഇപ്പോൾ ട്രെയിനിങ് പോകാൻ തയ്യാറില്ല, ഇത് LICയുടെ പാർട്ട് ടൈം വർക്ക് ചെയ്യുന്ന ആളുകളൊന്നും ഇതിന് പോകാൻ തയ്യാറില്ല. അവർക്ക് ചിലപ്പോൾ പരിശീലനം കിട്ടണമെന്നില്ല, ഉണ്ടാവാൻ സാധ്യതയില്ല. എന്ന് കരുതി കിട്ടിയിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. കാരണം അതിൻ്റെ പരിശീലനത്തിന് പോകാൻ തയ്യാറായെങ്കിലല്ലേ കാര്യമുള്ളൂ. ഇപ്പോൾ ഞാൻ പല കമ്പ്യൂട്ടർ ടെക്നോളജി വന്നു കഴിയുമ്പോൾ, ഡിജിറ്റൽ സംവിധാനങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഇന്ന് സ്വന്തം പൈസ മുടക്കി അതിൻ്റെ പരിശീലനം കൊടുക്കുന്ന സ്ഥലത്ത് ഞാൻ പോയി പരിശീലനം നേടി വന്നാണ് ഇപ്പോൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ താല്പര്യം കാര്യങ്ങളൊക്കെ പോലെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇത്തരത്തിലുള്ള പ്ലാനുകളൊക്കെ നമുക്ക് ജനറേറ്റ് ചെയ്ത് തരാനായിട്ടുള്ള പരിശീലനം, അതിനുള്ള ഒരു ഇച്ഛാശക്തി, നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേടാനും അത് നമ്മുടെ തൊഴിലിൽ പ്രയോഗിക്കാനായിട്ടുള്ള ഒരു ഇച്ഛാശക്തി, ആഗ്രഹമുള്ള ആളുകൾ വഴിയായിട്ട് നമ്മൾ അതിന് പരിശീലനവും അതിനുള്ള അനുഭവ സമ്പത്തുള്ള ആളുകളുമായിട്ട്, അതിനുള്ള അക്കാഡമിക് ക്വാളിഫിക്കേഷനും പരിചയ സമ്പത്തുള്ള ആളുകൾ വഴിയായിട്ട് ഇത് മാത്രം നമ്മൾ പ്രൊഫഷനായിട്ട്, ഇപ്പോൾ ചിലർ LIC ചേർക്കാൻ പോകും, അതിനിടയ്ക്ക് സ്ഥലക്കച്ചവടത്തിന് പോകും, അങ്ങനെയുള്ള നാലാ തൊഴിലിലൊക്കെ പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇതിലൊന്നും ഏകാഗ്രത കൊടുത്ത് ഈ ഒറ്റ കാര്യം മാത്രം ചെയ്യാനായിട്ട് അവർ തയ്യാറാവില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇതിനുള്ള അറിവും കാര്യങ്ങളും പരിചയ സമ്പത്തും വളരെ കുറവായിരിക്കും. അവരുടെ കഴിവും കാര്യങ്ങളൊക്കെ നാനാഭാഗത്തേക്ക് ഇങ്ങനെ വികേന്ദ്രീകരിക്കുന്നത് കൊണ്ട് അത് അത്ര കാര്യക്ഷമമായിട്ട് എടുത്ത് പ്രയോഗിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ നിക്ഷേപങ്ങൾക്കും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ബന്ധപ്പെടുക. PO ദേവസി, ചീഫ് ലൈഫ് ഇൻഷുറൻസ് അഡ്വൈസർ ആൻഡ് ഏജൻറ്റ്. മൊബൈൽ നമ്പർ 94 46 21 50 19. ഓക്കെ, താങ്ക് യു.